സുഹൃത്തുക്കളെ, ഉപ്പള ഗേറ്റ് മുതൽ ഷീറിയ വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം അതിൻ്റേതായ ഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോ ആസ്വദിക്കാൻ സാധിക്കും. തലപ്പാടി മുതൽ ഉപ്പള ഗേറ്റ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. സുഹൃത്തുക്കളെ, കാസർഗോഡിൻ്റെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ ULC അതിൻ്റെ കരുത്ത് കാട്ടിക്കൊണ്ട് 75% വർക്കും ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മേൽപ്പാലത്തിൻ്റെയും പാലത്തിൻ്റെയും വർക്കുകൾ മാത്രമാണ് ഇനി പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ സുഹൃത്തുക്കളെ, കേരളത്തിൽ NH66 കടന്നു പോകുന്ന എല്ലാ ഭാഗത്തിലെയും വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. ഇപ്പോൾ നമ്മൾ ചെറുവത്തൂർ ബൈപ്പാസ് വരെയുള്ള വീഡിയോ അപ്ഡേറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ ചെറുവത്തൂർ ബൈപ്പാസ് മുതൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം ഉപ്പള പാലം മുതൽ ഉപ്പള ടൗൺ വരെയുള്ള റോഡ് വർക്കിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. അതുവരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുള്ളത്. രണ്ട് ഭാഗത്തേക്കും ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പള ടൗണിന് തൊട്ടു മുമ്പുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡ് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ഉപ്പള. ഇവിടെ വലിയ ഗതാഗത കുരുക്ക് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7:30 അപ്പോൾ വാഹനങ്ങൾ കുറച്ചാണ്, ബ്ലോക്ക് കുറച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നിരുന്നാലും പല സമയങ്ങളിൽ നമ്മൾ ഈ ഭാഗത്തോട്ട് യാത്ര ചെയ്യുമ്പോഴേക്ക് നല്ല ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുണ്ട്. ഉപ്പള ടൗണിൽ ഇപ്പോൾ മേൽപ്പാലത്തിൽ ഗർഡറുകൾ സ്ഥാപിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉപ്പള മുതൽ നയ ബസാർ വരെ വർക്ക് വളരെ ലേറ്റായിട്ടാണ് തുടങ്ങിയത്. നമ്മൾ കാസർഗോഡ് ഭാഗത്ത് പോകുമ്പോഴേക്ക് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പഴയ റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഭാഗത്ത് നിന്ന് പുതിയ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൈക്കമ്പ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉപ്പള കഴിഞ്ഞിട്ട് ഒരുപാട് അണ്ടർപാസ് വരുന്നുണ്ട്. കൈക്കമ്പ, നയ ബസാർ മുതലായ സ്ഥലങ്ങളിലൊക്കെ അണ്ടർപാസ് വരുന്നുണ്ട്. കൈക്കമ്പ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡ് കർണാടകയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ പുത്തൂർ, വീട്ടില മുതലായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കൈക്കമ്പ് ജംഗ്ഷനിൽ അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈക്കമ്പ് കഴിഞ്ഞ് ഇപ്പോൾ നയബാസിൻ്റെ ഇടയിൽ ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ലൈറ്റ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇപ്പോൾ നയബാസാറിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹന ഗതാഗതം രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ്.
നേവസാർ കഴിഞ്ഞ് ഇപ്പോൾ മംഗൽപാടി പാലം വരെ അടിപൊളി റോഡ് സെറ്റായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 2 ഭാഗങ്ങളായിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സബ്വേ വരുന്നതോടുകൂടി വേറെ ലെവലാകാൻ പോകുന്ന ടൗണാണ് ബന്ദിയോട്. ഇവിടെ ഓവർപാസിൻ്റെ വർക്ക് നല്ല ഫാസ്റ്റായി തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഉപ്പള ഗേറ്റ് മുതൽ ഷിറിയ വരെയുള്ള വീഡിയോ അപ്ഡേറ്റ്സാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. നമ്മൾ ബന്ദിയോട് കഴിഞ്ഞ് മുട്ടം ഭാഗത്തോട് മാത്രമാണ് വീഡിയോ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെറുത്തൂർ ബൈപ്പാസ് മുതൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയുമായി വരുന്നതാണ്. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ.